Assalamu alaikum wa rahmatullahi wa barakatuh. Salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi sharah li sadri wa yassir li amri wa yafqahu qawli wa ahlul 'uqdatan min lisani rabbi tamim bil khairi wa sa'ada. ഇന്ന് ഇവിടെ വന്നിട്ട് 10 പേരുടെ പേര് പുതിയതായിട്ട് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വന്നിട്ട് 10 പുതിയ ആൾക്കാരെ, സ്വന്തം നാട്ടിലെ ആൾക്കാരല്ലാതെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? പരിചയപ്പെട്ടുണ്ടോ? ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് എണീറ്റിക്കാം. എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ്. പുതിയ ഉണ്ടോ? 10 ആളെ പഠിച്ചോ? വെറുതെ സ്റ്റാൻഡപ്പ് അല്ല, 10 പേരെ പഠിച്ചാ. ഓക്കെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും MSMൻ്റെ ലീഡേഴ്സാണ്, അല്ലെങ്കിൽ ഹൈസെക്കിൽ വന്നിട്ടുള്ളവരെല്ലാവരും നല്ല ലീഡേഴ്സായിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നത്. ബ്രദർ ഹലോ, 10 പേരെ പേര് പഠിച്ചോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ കുറച്ച് ലീഡേഴ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു ലീഡർക്ക് ആദ്യം വേണ്ട ഒരു സ്കില്ലിൻ്റെ പേരാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് കുറേ ഫ്രണ്ട്സ് വേണം. കുറേ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറേ ആളുകളോട് പരിചയപ്പെടാൻ പറ്റുക, കുറേ ഐഡിയാസ് കിട്ടുക, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാരെ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഇന്നത്തെ ഈ കോൺഫറൻസിന് വരേണ്ടതില്ല. ഇവർ നമ്മൾ നാട്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇവരെ കാണാൻ വേണ്ടി പോകും. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇവരുടെ കൂടെ പോകുന്നുണ്ട്. ഒരു ലീഡറായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ കാണുക എന്നുള്ളതാണ്. നമ്മളൊരു നല്ല ഗോൾ ഉള്ള ഒരാളാണെങ്കിൽ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ദി പവർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മീറ്റ് ന്യൂ പീപ്പിൾ എന്നാണ്. ഈച്ച് കണക്ഷൻ ഈസ് ഇൻക്രീസ് യുവർ ഇൻ നെറ്റ്വർക്ക്. നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ പുതിയതായി കാണുന്നു, എത്രത്തോളം നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു, എത്രത്തോളം നല്ല ആളുകൾ നിങ്ങളെ കൂടെ കൂടുന്നു, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം മാറും എന്നുള്ളതാണ്. ഒരു രസകരമായൊരു പഠനമുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ ചുറ്റും 4 ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ 2-3 ഫ്രണ്ട്സ് തൊട്ടടുത്തിരിക്കുന്നവരൊന്ന് കൈപോക്കേ. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് 2-3 ആൾക്കാരാണ് അല്ലേ? ഈ പഠനം ഇങ്ങനെയാണ് പറയണത്, നിങ്ങളുടെ ചുറ്റുമുള്ള 4 പേരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള 5 ആൾക്കാരുടെ ബുദ്ധിയുടെ ആവറേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കട്ട ചങ്കിൻ്റെ ബുദ്ധി പറ്റ കിളി പോയ ബുദ്ധിയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും കിളി പോയതായിരിക്കും. അതല്ല, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനും കുറച്ചുകൂടി നല്ല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ അയാളെ പോലെ തന്നെ ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സോ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഏറ്റവും അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ്. ഞാൻ ഒന്നേന്ന് പറയുമ്പോൾ ഒരു ക്ലാപ്പ് ചെയ്യണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന്. വാവ്, ഈ ഹാളിൽ എല്ലാവരും ക്ലാപ്പ് ചെയ്തിട്ടും ഇത്ര സൗണ്ട് പോരാന്നുള്ളതാണ്. അവിടുത്തെ ഓണച്ചന്ത കിലുങ്ങണം. അമ്മാതിരി ഒരു ക്ലാപ്പ് കൊടുത്തേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 പോരാ, ഇപ്പോഴും ഒരുത്തങ്ങനെ എന്തിനടാ ഞാൻ വന്നിട അവൻ കറുപ്പിട്ടിട്ട് എന്നെ പഠിപ്പിക്കാൻ ഒരുത്ത ഇരിക്കേണ്ട ആളെ. ഓക്കെ, വൺസ് അഗൈൻ ഇങ്ങോട്ട് തന്നെ നോക്കിയോ. 2 കൈയൊന്നും ഇങ്ങനെ പിടിച്ചേ. ഈ ഹാളിൽ എല്ലാവരും കൈയൊന്നും ഇങ്ങനെ പിടിച്ചേ. സോ വി ആർ ഹിയർ ഫോർ എ വണ്ടർഫുൾ ഡ്രീം. നമ്മളിവിടെ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സമുദായത്തിൻ്റെ ലീഡേഴ്സ് ആവാനാണ് വന്നിട്ടുള്ളത്. ഈ സമൂഹത്തിന് വഴി കാണിക്കാനാണ് വന്നിട്ടുള്ളത്. സൂപ്പർ പവർ ന്യൂജൻ ലീഡേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഒറ്റ ക്ലാപ്പ് ഒരുമിച്ച് ഈ ഹാളിൽ നിന്ന് നല്ല സൗണ്ടിൽ താഴേക്ക് കേൾക്കണം. എത്താ അവിടെ നടക്കണമെന്ന് ഞങ്ങൾ മലപ്പുറത്ത് ചോദിക്കണ പോലെ അടിയുന്ന ആളുകൾ ചോദിക്കണം. സോ റെഡി, 1 2 3. ഓക്കെ, റെഡി, 1 2. ആവശ്യമില്ലാത്തടത്ത് കൊട്ടുമ്പോഴാണ് എല്ലാ പ്രശ്നവും ഉണ്ടാവുന്നത്. ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് കൊട്ടണം. റെഡി, 1 സ്റ്റാർട്ടിലാണ് കൊട്ടണം. റെഡി, 1 2 3. ഒരുത്ത ഇങ്ങനെ പോയിട്ടില്ല, പിന്നെ ഇങ്ങനെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. MSM കിട്ടും കേട്ടോ. നല്ല ഹൈസെക്കിൽ ഏറ്റവും പവർ. കോഴിക്കോട് നോർത്തിൻ്റെ ഹൈസെക്കാണ്, മലബാറിലെ ഏറ്റവും അടിപൊളി ഹൈസെക് എന്ന് പറഞ്ഞിട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വാവ്, സൂപ്പർ. ഈ പവർഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഈ ടീമിനോടാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യം. ബിക്കോസ് നിങ്ങൾ ഈ കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ കാണുന്നത് ഒരു ഗോൾ പോസ്റ്റാണ്. യെസ് ഓർ നോ? സോ ക്യാൻ ഐ ടെൽ യു വൺ സ്റ്റോറി? ഒരു കഥ സൊല്ലട്ടുമാ? ഓക്കെ, അതായത് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോയി. എത്ര പേരുടെ കയ്യിൽ ബൂട്ട് സ്വന്തമായിട്ടുണ്ട്? വെരി ഗുഡ്, സൂപ്പർ. അപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ പോയ സമയത്ത് നമ്മൾ ബൂട്ടൊക്കെ കെട്ടി ജേഴ്സി, അർജൻറ്റീന, ബ്രസീൽ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജേഴ്സിയൊക്കെ അണിഞ്ഞു.
സോറിടാ, പോർച്ചുഗൽ. ഓക്കെ, പോർച്ചുഗൽ. ഏത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജേഴ്സിയൊക്കെ നമ്മൾ അണിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. നല്ല രസമുള്ള നല്ല അടിപൊളി പുൽ മൈതാനമാണ്. ബൂട്ടൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്ന് ലൈസൊക്കെ ലാസ്റ്റായിട്ട് കെട്ടി ഷോർട്സൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വേറെ ലെവലിൽ ഇങ്ങനെ നിന്നൊന്നിങ്ങനെ എന്നൊക്കെ ഒന്ന് വലിച്ച് സെറ്റായി നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്: രണ്ട് സൈഡിലും ഗോൾ പോസ്റ്റ് ഇല്ല. കളിക്ക് മൊഞ്ചുണ്ടാവോ? യെസ് ഓർ നോ? കളിക്കുമ്പോൾ വൈബ് എന്താണ്? അപ്പുറത്തെ സൈഡിൽ പോസ്റ്റിലേക്ക് നമ്മൾ ഗോൾ അടിക്കണം അല്ലേ? സോ ഗോൾ അടിക്കാൻ പോസ്റ്റ് ഇല്ലെങ്കിൽ ലൈഫ് എന്തായിരിക്കും? രണ്ട് കല്ല് വെച്ചാളൂ അല്ലേ? വലിയ പുൽമൈതാനത്ത് രണ്ട് ഉരുളം കല്ല് വെക്കും. ഏതാവോ? ഓക്കെ, സോ അടിപൊളി. ഐ റിയലി ലവ് ദാറ്റ്. ആ ഒരു ഡിപ്ലോമസിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അടിപൊളി. പക്ഷേ പോസ്റ്റ് ഇല്ലാത്ത ഗോൾ പോസ്റ്റ് ഉള്ള ഗ്രൗണ്ടിൽ കളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഗോൾ പോസ്റ്റ് ഉള്ള ഗ്രൗണ്ടിൽ കളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? നല്ല അടിപൊളി ഗോൾ പോസ്റ്റിലേക്ക് ഇങ്ങനെ ഫ്രീ കിക്കും ചിപ്പ് ചെയ്തിട്ടൊക്കെ ഗോൾ ഇടാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ പോസ്റ്റ് ഇല്ലാതെ പന്ത് എന്ത് കാണിക്കണമെന്ന് അറിയാതെ നടക്കാനാണോ ഇഷ്ടം? ഗോൾ പോസ്റ്റ് ഉള്ളതാണ് അല്ലേ? സോ ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ഗോൾ പോസ്റ്റ് എവിടെയായിരുന്നു? ഗ്രൗണ്ടിൽ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എവിടെ എത്തണം എന്ന് വിചാരിച്ച എങ്ങോട്ട് വന്നേ? ഇന്ന് രാവിലെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ പിടിച്ചോണതാ. ഇന്ന് രാവിലെ എവിടെ? കൊയിലാണ്ടി അല്ലേ? സോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരാൻ പോലും നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു അംബീഷൻ ഉണ്ടാവണം, ഒരു ഗോൾ ഉണ്ടാവണം. അതായത് ഞാൻ ലൈഫിൽ എൻ്റെ 10th കഴിയുമ്പോൾ ഏത് കോഴ്സ് എടുക്കണം, 8th ഞാൻ എന്ത് പഠിക്കണം, +2 ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഞാൻ എന്താണ് ആവേണ്ടത്, ഞാനൊരു നല്ല പോലീസ് ഓഫീസറാണോ ആവേണ്ടത്, ഞാനൊരു ഹൈക്കോർട്ട് ലോയർ ആണോ ആവേണ്ടത്, ഞാനൊരു ഡോക്ടറാണോ ആവേണ്ടത്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ ആവേണ്ടത്, ഞാനൊരു CA-കാരനാണോ ആവേണ്ടത്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ ആവേണ്ടത്. എനിക്കിങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു ഗോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഗ്രൗണ്ടിൽ കളിക്കുന്നത് പോലെ തന്നെയാണ് ഗോൾ ഇല്ലാതെ ലൈഫിൽ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഫ്രീ കിക്ക് കഴിഞ്ഞാൽ, കോർണർ കിക്ക് കഴിഞ്ഞിട്ടാണോ കളി തുടങ്ങുക? എന്ത് കഴിഞ്ഞിട്ടാണ് കളി തുടങ്ങുക? എന്ത് കഴിയുക? ടച്ചിൻ്റെ വേറെ വേർഡ് പറഞ്ഞേ, കുറച്ചും കൂടി അടിപൊളിയായ വേർഡ്. നിന്റെ പേരെന്താ? നിഷാൻ, സിഷാൻ പറഞ്ഞ അടിപൊളിയാണ്. കിക്ക് ഓഫ് എന്ന് പറഞ്ഞ ആളൊന്ന് കൈപോക്കിയേ. കിക്ക് ഓഫ് എന്ന് പറഞ്ഞ ആരാ? എന്താ മോൻ്റെ പേര്? അമീൻ. സൂപ്പർ അമീൻ. അമീനൊരു കൈയടി കൊടുത്തേ. ഓക്കെ, അപ്പോൾ അമീൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കിക്ക് ഓഫ് കഴിഞ്ഞിട്ടാണ് കളി തുടങ്ങുക അല്ലേ? കളി തുടങ്ങി നമ്മൾ എതിർ പോസ്റ്റിലേക്ക് ഗോൾ കൊണ്ട് ഇങ്ങനെ പോവും. അപ്പോൾ ആ എതിർ പോസ്റ്റിലുള്ളൊരു വന്നോ ഗോൾ അടിച്ചോ എന്ന് പറയോ? പറയില്ല. പകരം അവർ നമ്മളെ എതിർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോയി പോസ്റ്റിൽ എത്തിക്കുമ്പോൾ ചിലപ്പോൾ ഗോൾ കീപ്പർ നമ്മൾ അടിച്ച കറക്റ്റ് കിക്ക് പോസ്റ്റിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഈ അരികിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിങ്ങനെ വീഴുന്ന ഉറപ്പാക്കുമ്പോഴായിരിക്കും ഗോളി പാറിപ്പോയിട്ട് ഒരു തട്ടുന്നത്. യെസ് ഓർ നോ? അപ്പോൾ നമ്മുടെ ഗോൾ ഔട്ടാവില്ലേ? നമുക്ക് ഗോൾ അടിക്കാൻ പറ്റാതാവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കളിക്ക് ഞാനില്ല, തെറ്റി, ആ ഗോളിനോട് ഞാൻ തെറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിപ്പോവോ? ഇല്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗോൾ വേണം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവാൻ, ഇപ്പം ഇവിടെ സത്യസന്ധമായിട്ട് ഞാനൊരു 15 വർഷം കഴിയുമ്പോൾ ഒരു പോലീസുകാരനാവും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ത് പോലീസ് ആവാൻ ആഗ്രഹം? IPS ആവാനാണ് ആഗ്രഹം. വെരി ഗുഡ്. എന്താ പേര്? ഷെഹസാൻ. ഒന്ന് എണീറ്റേ. ഒന്ന് ഇങ്ങനെ കാണിച്ചാൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. സോ ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് MSM കോഴിക്കോട് നോർത്തിൻ്റെ സംഭാവനയായി ഈ കേരളത്തിന്, ഇന്ത്യക്ക് ഒരു അടിപൊളി IPS ഓഫീസർ ഉണ്ടാവും. നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. സോ ഇതേപോലെ എയിം കൃത്യമായിട്ട് എൻ്റെ അംബീഷൻ ഇതാണ്, ഐ വോണ്ട് ടു ബിക്കം ദിസ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? വാട്ട് ഈസ് യുവർ അംബീഷൻ ബ്രദർ? പാടൻ? പോലീസ്, പൈലറ്റ്, സയൻറ്റിസ്റ്റ്. വെരി ഗുഡ്. എവിടുത്തെ എന്ത് സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹം? പേരെന്താ? ആസിം. സൂപ്പർ. ആസിം സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോനോ? പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിബഡി എൽസ്? ആർക്കെങ്കിലും സ്വന്തം ലക്ഷ്യം പറയാനുള്ള ധൈര്യം ഉണ്ടോ? വാട്ട് ഈസ് യുവേഴ്സ്? IAS ഓഫീസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IAS? ഓക്കെ, IAS ഓഫീസർ. ഓക്കെ, ദെൻ വേറെ എന്താണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IFS? വാവ്, സൂപ്പർ. ഒരു കയ്യടി കൊടുത്തേ. എന്താ പേര്? റിഫാൻ അല്ലേ? അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മെസാച്യൂസെറ്റ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്,
ലോകത്ത് 100% ആൾക്കാർ, അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം ആൾക്കാരടിയിൽ ആകെ 3% ആൾക്കാർക്ക് മാത്രമാണ് ലൈഫിൽ ഞാൻ എന്താണ് ആവേണ്ടത്, ഞാൻ എവിടെയാണ് എത്തേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളൂ. ആൻഡ് ഡാം ആൻഡ് ഷുവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യം തീരുമാനിച്ച ആളുകൾക്ക് മാത്രമാണ് അവിടെ എത്താൻ പ്രത്യേകമായിട്ടും കഴിയുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അല്ലാത്ത ആളുകൾ 1-2 ആളുകളൊക്കെ സക്സസ് ആയേക്കാം. പക്ഷേ ജീവിതത്തിൽ സക്സസ് ആയ ആൾക്കാരുടെ, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ പഠനം എടുത്ത് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈഫിൽ ഒരു ഗോള് സെറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഗോള് വേണം. ആ ഗോള് പല രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഖത്തീബ് ആകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദഅവത്ത് നടത്തുന്ന ആളാവണം, ഇസ്ലാമിനെ കുറിച്ച് ആഫ്രിക്കയിൽ പോയി സംസാരിക്കണം, ഇസ്ലാമിനെ കുറിച്ച് യൂറോപ്പിൽ പോയി സംസാരിക്കണം, ജർമ്മനിയിൽ പോയി നിങ്ങൾക്ക് സംസാരിക്കണം, കാനഡയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം ചെയ്യണം, നിങ്ങൾക്ക് ന്യൂസിലാൻഡിൻ്റെ മഞ്ഞ് പുതച്ച മണ്ണുകളിലൂടെ പോയിട്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവിടുത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഐ ആം ഹിയർ ടു പ്രീച്ച് ഇസ്ലാം ദ ബ്യൂട്ടി ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും സുന്ദരമായ മതമാണ് ഇസ്ലാം എന്ന് നിങ്ങൾക്ക് പ്രബോധനം ചെയ്യണമെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഡ്രീം റൈറ്റ് നൗ. നിങ്ങൾ ഇപ്പം തന്നെ സ്വപ്നം കണ്ടു തുടങ്ങുക, എനിക്കാവേണ്ടത് ഇതാണ്, അതിലേക്കാണ് ഞാൻ മുന്നോട്ട് പോകണതെന്ന് ആദ്യമേ നമ്മൾ ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഹൈസെക് കോൺഫറൻസിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം നമുക്ക് ഗോൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇപ്പോൾ ക്വാളിഫിക്കേഷൻ വേഴ്സസ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ലോകത്തൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് BEd ഉണ്ടാവും, M.Ed ഉണ്ടാവും, കുറേ ഡിഗ്രി ഒക്കെ ഉണ്ടാവും, പക്ഷെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പേടിയായിരിക്കും, ക്ലാസ്സിലെ കുട്ടികളെ കണ്ടാൽ പഠിപ്പിക്കാൻ അറിയാതിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ കുറേ ഡിഗ്രി ഉണ്ടാവും. ഒരുത്തൻ്റെ ഡിഗ്രി MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് അവനോട് പറഞ്ഞു ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അവൻ വന്നിട്ടുള്ളത് ക്വാളിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. സോ ഒരു സ്കൂളിൽ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഹീ കെയിം ആൻഡ് സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ഐ ജസ്റ്റ് ആസ്ക്ഡ് ടു ഹിം. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഐ ഹാവ് MA ലിറ്ററേച്ചർ ഉണ്ട്. സോ ഞാൻ ചോദിച്ചു ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങളെക്കുറിച്ചൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ്, ഇപ്പോൾ വെള്ളം കൊടുക്കല്ലേ പ്ലീസ് മോനെ, ഇപ്പോൾ വെള്ളം കൊടുക്കല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഇൻ്റർവ്യൂവിന് വന്ന ആളടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഓക്കെ, എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് പറയാണ് മൈ നെയിം ഈസ് അഹമ്മദ്, ഐ കം ഫ്രം, മൈ മദർ ഈസ്, ഫാദർ ഈസ്, ഇത്ര പോരെ സാറേ. സോ നമുക്ക് കുറേ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. ഈ ലോകത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലിൻ്റെ പേരാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആൾക്കാരെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യം. ലോകത്ത് 75% ആളുകൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പേടിയാകുന്നുണ്ട് എന്നുള്ളതാണ് പഠനം. ഈ പഠനം മാറ്റണമെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നാളെ ബിലാൽ മുഹമ്മദിന് പകരം ഇതുപോലത്തെ ഒരു വേദിയിൽ വന്നിട്ട് സമൂഹത്തോട് വിശ്വാസത്തെക്കുറിച്ച്, പുതിയ പഠനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ഒരാളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് 30 സെക്കൻഡ് കൊണ്ട് സ്വന്തം പരിചയപ്പെടുത്താൻ, അതായത് ഇവിടെ വരിക, എന്നിട്ട് ഒരു 30 സെക്കൻഡിനുള്ളിൽ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇവിടുന്നാണ്, എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ എങ്ങനെ ഉണ്ട് എന്നൊരു 30 സെക്കൻഡിൽ കറക്റ്റായിട്ട് നിർത്താതെ പറയാൻ പറ്റുന്ന 3 പേർക്ക് ഇങ്ങോട്ട് വരാം. വരുന്ന ആളുകൾക്ക് മലബാർ ഗോൾഡ് നൽകുന്ന iPhone 12 Pro. ടിക് ടിക് 10, ടിക് ടിക് 9, ടിക് ടിക് 8. വാ 1 2 വായോ വാ. ഈ മോനെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത്ര കോൺഫിഡൻസോട് കൂടി വന്ന് നിൽക്കുന്നവർക്ക് MSFന്റെ ഒരു അടിപൊളി കയ്യടി കൊടുത്തേ. സുബ, വെരി ഗുഡ്. Can I have one mic please? എൻ്റെ പേര് മുഹമ്മദ് ഹനീം. എൻ്റെ പേര് മുഹമ്മദ് ഹനീം. ഞാൻ മുത്താമ്പി നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഉപ്പുണ്ട്, ഒരു കാക്കുണ്ട്, ഉമ്മാമ്മയുണ്ട്, പാപ്പുണ്ട്, ഞാനും ഉണ്ട്. എൻ്റെ അപ്പ ദുബായിലാണ്, ബിസിനസ് ചെയ്യാണ്. ഉമ്മ ഹൗസ് വൈഫാണ്. ഞാൻ നടന്നൊരു സ്കൂളാണ് പഠിക്കുന്നത്, 7th പഠിക്കുന്നത്. നല്ലൊരു കയ്യടി കൊടുത്തേ. സൂപ്പർ. എന്താ മോൻ്റെ പേര്? മുഹമ്മദ് ഹനീം. ഒരു ഇങ്ങനെ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞ എല്ലാവരുടെ അടുത്തും ഒരു സലാം അടക്കടോ.
മാഷാ അല്ലാ മാഷാ അല്ലാ. ഇത്രയും അടിപൊളിയായിട്ട് ഹനീം സംസാരിച്ചു അല്ലേ? അതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഇവനെ മനസ്സിലാക്കാൻ പറ്റി. ഇനി നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയില്ലേ ഹനീം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു അല്ലേ, ഒന്ന് അവിടുന്ന് സംസാരിച്ചിരുന്നു എന്ന് പറയല്ലേ? iPhone 12 Pro വേണ്ടേ? ഓക്കെ സൂപ്പർ. വാ, ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, വാ. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ പ്ലീസ് നിങ്ങൾ പരിചയപ്പെടുത്തു. കയ്യടി കൊടുക്കടാ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹനാൻ. ഞാൻ കായക്കൊടി നിന്നാണ്. കായക്കൊടി 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, KPSS സ്കൂളിൽ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, എനിക്ക് 2 സഹോദരിയുണ്ട്, ഒരു സഹോദരനുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയും ഇപ്പോൾ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. വെരി ഗുഡ്, സൂപ്പർ. ഇനി ആരെങ്കിലും ഉണ്ടോ? വാ 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 വാ, ഓടിയോ. രണ്ടാൾക്കും കൂടി അവസരമുള്ളൂ. ഓളും വന്നിട്ടുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഞാൻ വരുന്നത് തോടന്നൂരിൽ നിന്നാണ്. പഠിക്കുന്നത് ജാമിയ അൽ ഹിന്ദിലാണ്. എൻ്റെ വീട്ടിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, 3 സഹോദരന്മാരും 2 സഹോദരികളാണുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സൂപ്പർ, അടിപൊളിയായിട്ട് പറഞ്ഞു. വായോ. എൻ്റെ പേര് മിസ്ഹബ്. ഞാൻ തൂണേരിൽ നിന്ന് വരുന്നു. ഞാനിപ്പം MIM പേരോഡിൽ 8ാം ക്ലാസ് പഠിക്കുന്നു. ഞാനിപ്പം ഒരു ഹോസ്റ്റലിലാണുള്ളത്, ഖുറാൻ പഠിക്കേണ്ട ഇതിൽ. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 4 അനിയന്മാരും 2 അനിയത്തിയും ഉണ്ട്. സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കലാന റക്കീബ്. ഞാൻ വരുന്നത് മണിയൂരിൽ നിന്നുമാണ്. +2 വിദ്യാർത്ഥിനിയാണ്. സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, ഒരു ഇത്താത്ത, ഒരു അനിയനാണുള്ളത്. താങ്ക്സ്. താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുമോ? ലൈനായിട്ട്. ഓക്കെ, ഇങ്ങനെ ലൈനായിട്ട് ഒറ്റ ലൈനായിട്ട് നിൽക്കുമോ? നിങ്ങൾ നിന്നോ. ഓക്കെ. ഇവർ സംസാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര കോൺഫിഡൻസിലായിരുന്നോ സംസാരിച്ചേ? ചെറിയ പേടിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നില്ലേ? പക്ഷെ എന്നാലും അവർ ഇവിടുന്ന് സംസാരിച്ചോ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവരെ കാണാൻ പറ്റിയോ? കാണാൻ പറ്റിയില്ലേ? സ്റ്റേജിലേക്ക് അവർക്ക് വരാൻ പറ്റിയില്ലേ? ഒരു ഓപ്ഷൻ അല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുകയല്ലേ? സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മതത്തിൻ്റെ വക്താക്കളാണ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ലോകത്ത് പറയേണ്ട ഓപ്പർച്യൂണിറ്റി ഉള്ള ആൾക്കാർ നമ്മളാണ്. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട സാധനം കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മളെ കയ്യിൽ വേണം. എന്നാലാണ് നമുക്കൊരു സ്ഥലത്ത് പോയി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, കോൺഫിഡൻസ് ഉള്ള നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കാൻ പോവുക അല്ലെങ്കിൽ ഒരാളോട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻസ് കലാനായിട്ടൊന്ന് പിടിക്കും. കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ തല ഉയർത്തി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുക, മുന്നിലേക്ക് നോക്കിയിട്ടാണ് നിൽക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത്തബസ്സുമു സ്വദഖത്തുൻ, പുഞ്ചിരിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കൊരാളെ കാണുമ്പോൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം എന്താണ്? പുഞ്ചിരിയാണ്. അതിന് പൈസ ഉണ്ടോ? ഒന്ന് ചിരിച്ചേ. ക്യാൻ യു പ്ലീസ് സ്മൈൽ? ഒന്ന് ചിരിക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു സദസ്സിൽ പോയി നല്ല കോൺഫിഡൻറ്റോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അവരെ നോക്കി ചിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് 2 സൈഡിലേക്കൊന്ന്, ആ അറ്റം തൊട്ടിട്ട് ഈ അറ്റത്ത് നിൽക്കുന്ന ആ യെല്ലോ ഷർട്ട് ഇട്ട ബ്രോ വരെയുള്ള എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു ചെറിയ സ്മൈൽ കൊടുത്തേ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം ഇവരെല്ലാവരും നിൽക്കുന്നത് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് അല്ലേ? നമ്മളൊരു സദസ്സിൽ സംസാരിക്കുന്ന സമയത്ത് 7% മാത്രമാണ് നമ്മൾ സംസാരിക്കുന്ന വാക്കിന് അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ബിരിയാണി എന്നുള്ളതിന് പകരം മരണം എന്നുള്ള വാക്കാണ് വന്നതെങ്കിൽ നോക്കുകയാണെങ്കിൽ മരിച്ചോ എന്ന് നമ്മൾ ചോദിക്കൂലേ? ബിരിയാണി എന്നുള്ളതിന് മാറ്റിയിട്ട് ബിരിയാണിയുടെ അവിടെ മരണം എന്നുള്ള വാക്കാണെങ്കിൽ മരിച്ചോ നമ്മൾ ചോദിക്കുക അല്ലേ? അതേപോലെ ഇപ്പം നോക്കുകയാണ്, ബിരിയാണി എന്ന് പറയുന്ന വാക്ക് ഡ്രൈവിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? ബിരിയാണിയോ എന്നാ ചോദിക്കുക. വാക്കിനേക്കാൾ അർത്ഥം എന്തിനാണ്? നമ്മൾ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജിനാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും നാട്ടിൽ എവിടെ പോയിട്ട് ഒരാളോട് സംസാരിക്കുന്ന സമയത്തും ഈവൻ നമ്മൾ ഉപ്പനോടും ഉമ്മനോടും സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സദസ്സിൽ കൊടുക്കാൻ, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. കൈയൊന്ന് ഇങ്ങനെ പിടിച്ചേ, എന്നിട്ട് ചിരിച്ചോണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞേ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞോ. അസ്സലാമു അലൈക്കും.
എൻ്റെ പേര് ബിലാൽ മുഹമ്മദ്. അതേപോലെ എന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പം നമ്മൾ ഇത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്കില്ലാണ്. ലൈഫിൽ എവിടെ പോയാലും, ഏത് ഇൻ്റർവ്യൂവിന് പോയാലും, ഏത് സ്ഥലത്ത് പോയാലും, ഏത് ഗോൾ അച്ചീവ് ചെയ്യാൻ പോയാലും ഒരു മനുഷ്യന് വേണ്ട 3 സ്കില്ലാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചു തന്നത്. അത് 3 C's ആണ്. അതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തത്. ഒന്ന് കോൺഫിഡൻസ് ആണ്, രണ്ടാമത്തത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ആണ്, മൂന്നാമത്തത് നമ്മളെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തത് കറേജ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാൻ അടുത്ത ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുന്നതും അടുത്തൊരു കഥയിലേക്ക് വരുന്നതും എല്ലാവരും ഒന്ന് പുറകിൽ നിന്ന് ചിരിച്ചുകൊണ്ട് മുന്നിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് അസ്സലാമു അലൈക്കും എന്നൊന്ന് പറഞ്ഞു. എല്ലാവരും ഒന്ന് പുറകിൽ നിന്ന് പറഞ്ഞു. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും കേട്ടോ. ഓക്കെ, റെഡി 1 2. ഈ സദസ്സിനെ നോക്കി പറയണം, നിങ്ങൾ സലാം അടക്കണം കേട്ടോ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരിക്കലും നമ്മളില്ലേ സലാം, നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിനോടൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് സലാം ഇട്ട് പോകാൻ പാടില്ല. നമ്മൾ വന്ന് അവിടെ നിന്ന് അവരെ മുന്നിൽ നിന്ന് ഒരു ചിരി കൊടുത്തിട്ടാണ് സലാം കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് ആളുകൾക്ക് ഒരു ഇംപ്രഷൻ തോന്നുക, ദിസ് ഗൈ ഇവൻ MSMൻ്റെ ലീഡറാണ്. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റം നോക്കി, അവൻ്റെ ഒരു ഡ്രസ്സിങ് നോക്കി, അവൻ്റെ ഒരു സ്മൈല് നോക്കി, അവൻ്റെ ഒരു ബിഹേവിയർ നോക്കി, ഇവനെ ഈ സമൂഹത്തിൽ ഇറക്കി വിടുമ്പോൾ അത് ഏത് കോളേജിൽ പോകുമ്പോഴും, ഏത് സ്കൂളിൽ പോകുമ്പോഴും, ഏത് സദസ്സിൽ പോകുമ്പോഴും നമ്മുടെ ആ ഒരു ചാമിങ് പേഴ്സണാലിറ്റി അവിടെ കാണുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ എപ്പോഴും ആ ഒരു ചിരി ആളുകൾക്ക് കൊടുക്കുമായിരുന്നു, നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് ആളുകളെ നോക്കിക്കൊണ്ട് ഒരു അസ്സലാമു അലൈക്കും നിന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നടക്കുമ്പോൾ ഒന്ന് കോൺഫിഡൻസിൽ കുറച്ച് തല ഉയർത്തി നടക്കുക. ഓക്കെ, വൺസ് അഗൈൻ പ്ലീസ്. ഓക്കെ പ്ലീസ്, റെഡി 1 2 3 സ്റ്റാർട്ട്. വെരി ഗുഡ്, സൂപ്പർ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? വായോ. അതിന് നമ്മളത് ഒന്നുള്ളൂ. നിങ്ങളിത് പുറത്ത് കൊടുക്കരുത്, നനക്കരുത്, വെള്ളത്തിലിടരുത്. ഇതിപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സെഷൻ കഴിയണ വരെ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു. iPhone 15 Pro നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. നിനക്ക് കൊടുത്തത് ഇവനെ കൊണ്ടോണേ പ്ലീസ്. താങ്ക് യു, ഹീ ഈസ് അമേസിങ്, സൂപ്പർ. ഒരു നല്ല കൈയടി കൊടുത്തേ. ഓക്കെ, തൊട്ടാവാടിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? തൊട്ടാവാടിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് അറിയുന്ന ആൾക്ക് മലബാർ ഗോൾഡ് നൽകുന്ന ഒരു പേന. എന്താ? കൈ പൊക്കി പറയണം. ടച്ച് മീ നോട്ട് എന്നാണ് പറയാ അല്ലേ? തൊട്ടാവാടി അറിയൂലേ? തൊട്ടാവാടിൻ്റെ പ്രത്യേകത എന്താ? തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ധൈര്യമുള്ള ഒരാളാണ് തൊട്ടാവാടിയെങ്കിൽ തൊട്ടാ വാടുവോ? തൊട്ടാ എന്ത് ചെയ്യും? കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് എണീറ്റ് വെക്കും അല്ലേ? സോ ഒരു മനുഷ്യന്, ഒരു ലീഡർക്ക്, ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ട ഒരു പ്രത്യേകതയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കിയേ, ഈ ഒരു ഫോട്ടോൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എണീറ്റ് നിന്നിട്ട് പറയാം. എണീറ്റ് ഈ 2 ഫോട്ടോയുടെയും കൂടി ഒരു സിമിലർ ആയിട്ടുള്ള പ്രത്യേകത പറഞ്ഞോ. നിജാസ് എവിടെ? ഷുഹൈബ്, ആരെങ്കിലും ഒരാൾ ഇവിടെ ഒന്നിങ്ങനെ മൈക്കൊന്നിങ്ങനെ പാസ് ചെയ്യാം. മോനെ പറയടാ, എന്താണ് ഈ 2 ഫോട്ടോയിൽ മോൻ കണ്ടിട്ടുള്ള പ്രത്യേകത? ആർക്കും പറയാട്ടോ. തോക്ക്? ഓക്കെ, ഒന്ന് പോക്കറ്റിൽ ഇട്ട് വെക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് വരണ്ട പ്രകൃതാണ്, ഒന്ന് പച്ചപ്പുണ്ട്. പച്ചപ്പിലാണ് അല്ലേ? പക്ഷെ അതിൽ രണ്ടിലുള്ള സിമിലർ. എൻ്റെ മോൻ്റെ പേരെന്താ? അമീൻ. അമീൻ, വെരി ഗുഡ്. അമീൻ നല്ലൊരു പോയിന്റാ പറഞ്ഞത്. ഒരു കൈയടി കൊടുത്തേ. സൂപ്പർ. അടുത്ത ആരാ സംസാരിക്കുന്നത്? ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത സിമിലാരിറ്റി ആണ് പറയേണ്ടത്. യെസ്, സൂപ്പർ. കൊടുക്കൂ. നേച്ചർ, വെരി ഗുഡ്. എന്തെങ്കിലും ഇതിലൊരു സിമിലാരിറ്റി പറയാൻ പറ്റുമോ? 2 കാലാവസ്ഥയിലാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഒരു കൈയടി കൊടുത്തേ. അടുത്ത ആരാ പറയുന്നത്? ഈ കൂട്ടത്തിൽ നിന്ന് അടുത്ത ആരാ എണീറ്റിരിക്കുന്നത്? പേരാമ്പ്രക്കാരാണോ അതോ പുറകില്ലതോ ഒരാൾ എണീറ്റിരിക്കുന്നത്? പറഞ്ഞോ. മോൻ പറഞ്ഞോ, നീ പറഞ്ഞോ, അപ്പൊ തന്നെ അങ്ങോട്ട് എത്തുള്ളൂ. ഒന്നുകൂടി ലൗഡായി പറഞ്ഞേ. വരണ്ട പ്രദേശത്ത്. അതെ, മറ്റ് ചെടികളൊന്നും വളരാത്ത വരണ്ടൊരു സാഹചര്യത്തിലാണ് അത് വളരുന്നത്. അബ്സല്യൂട്ട്ലി റൈറ്റ്, യു ആർ അമേസിംഗ്. വാട്ട്സ് യുവർ നെയിം മൈ ഡിയർ ബ്രദർ? സിയാദ് അഹമ്മദ്. ജിയാദ്, വെരി ഗുഡ്. ഒരു നല്ല കൈഡി കൊടുത്തേ ജിയാദിന്. സൂപ്പർ. And what's your sister? My name is Risha Fatima.
പ്ലേസ് ഓഫ് ചോദിച്ചോ, പറഞ്ഞോ. ഇത് രണ്ട് പ്ലാന്റും ആ. പിന്നെ ഒരേപോലെയാണ് വളർന്നു വന്നത്. അങ്ങനെ പറഞ്ഞ കാലാവസ്ഥ ഒരു പിക്ചറിനകത്തുള്ളത് പിന്നെ വരണ്ട വെയിൽ കാരണം വരണ്ടിട്ടുള്ള ഒരു ഇതാ, പക്ഷെ മറ്റേത് ഹരിതായിട്ടുള്ള ഇതാ. പക്ഷെങ്കിൽ ആ രണ്ട് ചെടികളും ഒരേപോലെയാണ് അതിൻ്റെ അകത്ത് വളർന്നു വന്നത്. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്, നല്ലൊരു ഐഡിയ കൊടുത്തേ. ഓക്കെ, സി നമുക്ക് ഉണ്ടാവേണ്ട ഒരു സ്കില്ലിന്റെ പേരാണ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നമ്മൾ മരങ്ങൾ വെട്ടും അല്ലേ. മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മരം ഇനി വേണ്ടാന്ന് പറഞ്ഞാലും ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ ഒരു പച്ചപ്പ് ഇങ്ങനെ തളിർത്ത് വരും. അതുപോലെ ചിലപ്പോൾ മുഴുവനായിട്ട് മണ്ണടിഞ്ഞു പോയൊരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു ചെടി മാത്രം ഇങ്ങനെ പൊങ്ങി വരും. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പരാജയം വന്നാലും അതിൻ്റെയൊക്കെ മുകളിൽ കയറി നിൽക്കാനുള്ള നമ്മുടെ സ്കില്ലിനെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവാണ്, നിങ്ങൾ എന്താ പറയുക, നന്നായിട്ട് IAS കാരനാവണമെന്നോ IFS കാരനാവണമെന്നോ IPS കാരനാവണമെന്നോ ഡോക്ടർ ആവണമെന്നോ എന്ത് സ്വപ്നം വെച്ച് മുന്നോട്ട് പോയാലും എല്ലാതും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആളുകൾ കളിയാക്കാം, ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടാം, ചിലപ്പോൾ നമ്മൾ തോറ്റു പോവാം, ചിലപ്പോൾ ചില പരീക്ഷയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതാവാം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ലക്ഷ്യം നേടാതെയൊക്കെ ആവാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അടിയോടെ വെട്ടാൻ വേണ്ടി ആരെങ്കിലും തീരുമാനിച്ചാൽ തന്നെയും അവിടുന്നും പിന്നെയും കിളിർക്കാൻ കഴിയുന്ന ഒരു ധൈര്യം, ഒരു കറേജ്, എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റെസിലിയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രതികൂലമായ സാഹചര്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. മൊബൈലിൽ ഇൻസ്റ്റഗ്രാം നമ്മളോട് പറയുന്നു, വാ മോനെ റീലിൽ തൊട്ടോ കളിച്ചോ. നമ്മളോട് ഗെയിമുകൾ പറയുന്നു, മോനെ ഗെയിം വന്ന് കളിച്ചോ. നമ്മളോട് ഫ്രണ്ട്സ് പറയുന്നു, നമുക്ക് മിനി മിൽറ്റിയ കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫയർ കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ സമയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോഴും നമ്മൾ വിചാരിക്കുകയാണ്, നോ, ഐ ഹാവ് എ ഡ്രീം, ഐ വോണ്ട് ടു അച്ചീവ് മൈ ഡ്രീം. എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിൻ്റെ കൂടെ പോകണമെങ്കിൽ ഗെയിം കളിച്ചിരുന്നാൽ അത് നടക്കില്ല. ഞാനൊരു IAS കാരനാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഞാനൊരു നല്ല സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഞാൻ പേരാമ്പ്രയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൽ പോയി പ്രബന്ധം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രമേൽ വളരണമെങ്കിൽ എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഐ ഹാവ് എ ഗോൾ. അതുകൊണ്ട് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കാൻ നേരമില്ല എന്ന് തീരുമാനിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ അതിനെ കംപ്ലൈൻറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. ചിലപ്പോൾ നമ്മൾക്ക് പറയാൻ വേണ്ടി പറ്റും, എൻ്റെ വീട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് നന്നാവാൻ പറ്റുമായിരുന്നു, എൻ്റെ വാപ്പൻ്റെ കയ്യിൽ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാമായിരുന്നു, എൻ്റെ ഉമ്മൻ്റെ കയ്യിൽ കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാമായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു, ഞങ്ങളെ വീട്ടിൽ കുറച്ചും കൂടി ലെവൽ വൈബാണെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് ഉമ്മ പോരാ, വാപ്പ പോരാ, ഞങ്ങളുടെ വീട്ടിലുള്ളവർ മൊത്തം തന്ത വൈബാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് വീട്ടുകാരെ മുഴുവൻ കുറ്റം പറയുന്നതിന് പകരം ബിലീവ് യുവർ സെൽഫ്, നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല സക്സസ് ഉണ്ടാവും. എനിക്കറിയുന്ന ഒരു പയ്യനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെക്കനാണ്. ഇവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലെ സബ് ജില്ലാ കലോത്സവത്തിന് സ്റ്റേജിൽ സംസാരിക്കാൻ വേണ്ടി കയറി. സ്റ്റേജിൽ കയറുന്ന സമയത്ത് മുന്നിൽ മുഴുവൻ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ ആൾക്കാർ മുഴുവൻ ഈ പയ്യനെ നോക്കുന്നുണ്ട്. ആളുകളുടെ മുഴുവൻ കൂർത്ത കണ്ണുകൾ കണ്ടപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് ഇവൻ്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചിട്ട് ഇവൻ മൈക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നു. ആൾക്കാരെ കണ്ണുകൾ ഇങ്ങനെ കാണുകയാണ്. ഇവൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മൈക്ക് തൊട്ട് മുന്നിലുണ്ട്. കൈകൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി, കാലിൻ്റെ മുട്ടുകൾ ഇങ്ങനെ കൂട്ടിയിടിക്കാൻ തുടങ്ങി, ചങ്കിലെ വെള്ളം വറ്റി. ആകെ പേടിയായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. പക്ഷെ ഇവൻ തുടങ്ങുകയാണ്, ഏറ്റവും ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിൽക്കുന്നത് ഇന്ത്യയുടെ രാജ്യസ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെൻറ്റൻസ് തൊട്ട് അവസാനത്തെ സെൻറ്റൻസ് വരെ ഇവൻ കരയാൻ തുടങ്ങി. അവസാനം വരെ സെൻറ്റൻസ് കരയാണ്. നമ്മൾ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ നാട്ടുകാർ എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യും? നമ്മൾ കരഞ്ഞ നാട്ടുകാർ എന്ത് ചെയ്യും? കൂവും, ചിരിക്കും, കളിയാക്കും അല്ലേ? ഈ പ്രസംഗം കഴിഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോയപ്പോൾ ഇവൻ്റെ ഉമ്മച്ചീനെ കുറിച്ച് നാട്ടുകാർ പറയും, കരഞ്ഞ ചെക്കൻ്റെ ഉമ്മയല്ലേ? ഇവൻ കല്യാണത്തിന് പോയ ഉമ്മനോട് പറയും, അങ്ങളെ ചക്കൻ കരഞ്ഞില്ലേ? ഇവൻ്റെ ഉപ്പനെ കണ്ടതിന് പറയും, നിങ്ങളെ ചക്കൻ കരഞ്ഞില്ലേ? ഇവൻ എങ്ങോട്ടെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കടക്കാർ പറയും, ആ കരഞ്ഞ ചെക്കൻ ഒരു 1/2 കിലോ പഞ്ചസാര കൊടുത്തേ, അല്ലെങ്കിൽ പറയും, ആ കരഞ്ഞ ചെക്കൻ ഒരു പൊറോട്ട വാങ്ങിക്കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടൈം ട്രോളലായിരുന്നു ഈ ചെക്കന്. പക്ഷെ ഇവൻ അന്നൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഇവൻ സ്റ്റേജിൽ കയറില്ല എന്ന്. അവസാനം 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ പിന്നെയും തോന്നി, ഇല്ല,
ഒന്നുകൂടെ ഒന്ന് കയറി നോക്കാം. 8 വീണ്ടും സ്റ്റേജിൽ കയറുകയാണ്. ഇതുപോലെ തന്നെ മുട്ട് വിറക്കാണ്, കാലിങ്ങനെ പെടക്കാണ്, ധൈര്യം കുറഞ്ഞു പോവാണ്, കണ്ണിന്ന് വെള്ളം വരുന്ന പോലെ തോന്നുകയാണ്, മുന്നിലുള്ള ആൾക്കാരൊന്നും കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് ആവുന്ന പോലത്തെ അവസ്ഥ വരികയാണ്. ബട്ട് ഹീ തോട്ട് ഹീ വാണ്ട് ടു ബിക്കം സക്സസ്. അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ പിന്നെയും സ്റ്റേജിൽ കയറി, 10ാം ക്ലാസ്സിൽ സ്റ്റേജിൽ കയറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അന്ന് തിരുവനന്തപുരം പുത്തരിക്കൊണ്ട മൈതാനത്തിലാണ് ഇവൻ പോയത്. അവിടെ വെച്ച് നടന്ന മത്സരത്തിൽ മലയാള പ്രസംഗത്തിൽ എ ഗ്രേഡ്, ഇംഗ്ലീഷ് പ്രസംഗത്തിൽ എ ഗ്രേഡ്, അറബിക് പ്രസംഗത്തിൽ എ ഗ്രേഡ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവൻ നിർത്തിയില്ല. അത് കഴിഞ്ഞ് ഇവന് ഡിഗ്രിക്ക് പോകാൻ വേണ്ടി തുടങ്ങി. +2 പോയി, സ്കൂളിൽ മത്സരിച്ചു, സ്കൂൾ തലങ്ങളിൽ ഫസ്റ്റ് നേടി. ഡിഗ്രിക്ക് പോയി, അവിടെയും മത്സരിച്ചു. അത് കഴിഞ്ഞ് ഈ കുട്ടി വിചാരിച്ചു എന്തായാലും ഇപ്പം സംസാരിക്കാൻ ഒരു സ്കില്ല് വന്നല്ലോ, എല്ലാവരും കളിയാക്കിയോടത്തുനിന്ന് ഇവിടെ എത്തിയല്ലോ. അവൻ വീണ്ടും തീരുമാനിച്ചു PG ഫറൂഖ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എടുത്തു. ജേർണലിസം പഠിച്ചതിന് ശേഷം ആകാശവാണിയിൽ പോയി കുറച്ചൊക്കെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു കുറച്ചും കൂടി സംസാരിക്കാൻ സ്കില്ലുണ്ട്, ഓക്കെ തോറ്റു കൊടുക്കണ്ട, കളിയാക്കുന്നവരൊക്കെ കളിയായിക്കോട്ടെ, ഒന്നും കൂടെ പവർഫുൾ ആയിട്ട് തിരിച്ചു വരാം. MA സൈക്കോളജി എടുത്തു. ആളുകളുടെ മുന്നിൽ സംസാരിക്കണമെങ്കിൽ കുറച്ചും കൂടി മനഃശാസ്ത്രം മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കി. അത് വെച്ച് അത് സംസാരിക്കാൻ തുടങ്ങി. അവസാനം ഈ കുട്ടി LLB പഠിച്ചു. LLB പഠിച്ചിട്ട് ഹൈക്കോർട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നാട്ടുകാർ കളിയാക്കിയിടത്ത് നിന്ന്, നാട്ടുകാർ കൂവി വിളിച്ചിടത്ത് നിന്ന് കൊയിലാണ്ടിയിൽ ഒരു ഉച്ചക്ക് MSMന്റെ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിൽ ധൈര്യത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഐ ബിലീവ് യു ക്യാൻ. നിങ്ങൾക്കും ഉറപ്പായിട്ടും ലൈഫിൽ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ധൈര്യം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. എല്ലാവരും കളിയാക്കിക്കോട്ടെ, എല്ലാവരും നോ പറഞ്ഞോട്ടെ, എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞോട്ടെ, വാട്ട് എവർ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കൊരു സ്വപ്നമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ സന്തോഷിക്കണം എന്ന് പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. എൻ്റെ കുട്ടിക്കാലം നടന്നത് വളരെ ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഒരു പള്ളിയിൽ ഉസ്താദായിരുന്നു, എൻ്റെ ഉമ്മ ഒരു വീട്ടമ്മ ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മഴയൊന്നും പെയ്താൽ ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ഉള്ളിൽ തന്നെ വരും, നീന്താനൊക്കെ ഉള്ളിൽ തന്നെ സൗകര്യം ഉണ്ടാവും, അതുപോലെ തന്നെ അടുപ്പിൽ വരെ കുളമാവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ലൈഫായിരുന്നു. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പനോട് ഞാൻ പറയാണ്, എൻ്റെ ഉപ്പ വാപ്പ നിങ്ങൾ പോരെ, നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരുന്നില്ല, നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ ഫുള്ള് തന്ത വൈപ്പാന്ന് പറഞ്ഞ് ഞാൻ എന്നും എൻ്റെ വാപ്പയും ഞാനുമായിട്ട് ഭയങ്കര ക്ലാഷ്. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, നിങ്ങളൊക്കെ ഒരു ഉമ്മയാണ് ഉമ്മ, നിങ്ങളൊക്കെ എന്തൊരു ഉമ്മയാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലൈഫിൽ എന്നും സങ്കടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ ഞാൻ ആലോചിച്ചത് അങ്ങനെയല്ല. ഇത്രയും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ പാരൻസ് നമ്മളെ കൂടെ നിൽക്കുന്നു എന്നൊരു ചിന്ത വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഉപ്പമാർ എൻ്റെ മക്കൾ നന്നാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി സ്നേഹിക്കുന്നു. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലവരുടെ എത്ര പേരുടെ ഉപ്പാർ ഗൾഫിലുണ്ട്, ഒന്ന് കൈപ്പൊക്കാവോ? ചിലപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുടെ ഉപ്പാരുണ്ട് ഇവിടെ? ഓക്കെ, ഇങ്ങനെ ചില ഉപ്പമാരൊക്കെ ഞാൻ ഈ അടുത്ത് പോയപ്പോൾ ഒരു ഉപ്പൻ്റെയൊക്കെ ശരീരമൊക്കെ ഇങ്ങനെ കറുത്ത് പോയിട്ടുണ്ട് വെയിൽ കൊണ്ട് ജോലി ചെയ്തിട്ട്. അത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ചേർത്ത് പിടിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ വളരെ സാധാരണമായൊരു കുടുംബത്തിൽ നിന്ന് LLB ഒക്കെ പഠിച്ച് LLB ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായിട്ട് എനിക്ക് എറണാകുളത്ത് വെച്ച് കേരള ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ്റെ കീഴിൽ നമുക്കൊരു എൻറോൾമെൻറ്റ് തരും. ആ എൻറോൾമെൻറ്റിന് വേണ്ടി 2500ഓളം പുതിയ ലോയേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ സദസ്സിൻ്റെ മുന്നിൽ നിന്ന് ഓരോരുത്തരെ പേര് വിളിച്ച് നമുക്കിങ്ങനെ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്നു. അറ്റത്തെവിടെയോ ഇരിക്കുകയായിരുന്നു എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പയും അറ്റത്തെവിടെയോ ഇരിക്കുകയായിരുന്നു. എൻ്റെ പേര് വിളിച്ച് ഞാൻ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ നേടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകി വരുന്ന സ്നേഹത്തിൻ്റെ കണ്ണുനീരിനെ കുറിച്ചാണ് പറയുന്നത്, അഭിമാനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മ നട്ടപ്പാതിരാക്ക് പനി പിടിച്ച് നമ്മളിങ്ങനെ കിടന്ന് വറങ്ങലിച്ച് നിന്നപ്പോൾ, നമ്മുടെ ശരീരത്തിൽ നിന്ന് തണുപ്പ് കൊണ്ട് നമ്മൾ കുളിര് കോരിയപ്പോൾ പനി പകരുമെന്ന് പോലും ചിന്തിക്കാതെ കൈകൾ കൊണ്ട് നമ്മളെ കോർത്തെടുത്തിട്ട് ഉമ്മാടെ കുട്ടി കൊന്നില്ല എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ ഉമ്മ വെച്ച് നമ്മളെ ചേർത്ത് പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്. ആ ഉപ്പയെയും ഉമ്മയും മനസ്സിൽ വെച്ച് ഞാനിങ്ങനെ ബാർ കൗൺസിലിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി, മുഹമ്മദ് ബിലാൽ എന്ന് പറഞ്ഞ് എൻ്റെ പേര് വിളിച്ച് ആ സർട്ടിഫിക്കറ്റും വാങ്ങി ഞാൻ താഴേക്ക് ഇങ്ങനെ പോയി വരികളുടെ ഏറ്റവും പുറകിലിരിക്കുന്ന കറുത്ത പർദ്ദയിട്ട എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പർദ്ദയുടെ ആ മുഖതാവിലുള്ള സാധനം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നു മോനെ ബിലാലെ, ഒരുപാട് സഹിച്ചിട്ടുണ്ട് നമ്മൾ, പക്ഷെ ഇത് ഏറ്റവും മനോഹരമായ മുഹൂർത്താടാ, ഇത് അത്രയും സന്തോഷമുള്ള സമയമാടാന്ന് പറഞ്ഞിട്ട്
മോനേന്നും വിളിച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ തന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയാണ്, ഞാൻ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ ഈ നേട്ടം എൻ്റെ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട കൊയിലാണ്ടിയിലെ MSMന് വേണ്ടി വന്ന 13 വയസ്സുകാരാ, 12 വയസ്സുകാരാ, 14 വയസ്സുകാരാ, 15 വയസ്സുകാരാ, നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിലായിക്കോട്ടെ, +2കാരെ, ഡിഗ്രി ഫസ്റ്റ് ഇയറുകാരെ, നിങ്ങൾ എങ്ങോട്ടോ ആയിക്കോട്ടെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ നിർണ്ണയിച്ച് സ്വന്തം ഉമ്മനെ സ്വന്തം ഉപ്പനെ ചേർത്ത് പിടിച്ച് ഈ ലോകത്തുള്ള എല്ലാ തരം എതിർപ്പുകളോടും ഈ ലോകത്ത് നമ്മുടെ സമയം കളയുന്ന സകല കാര്യങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞിട്ട്, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് സ്വന്തം ലൈഫിലെ ഗോളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു വിശ്വാസിയാവാൻ വേണ്ടി പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് റീലുകൾ ഒഴിവാക്കി മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കാതെ സ്വന്തം സ്കില്ലിന് വേണ്ടി സമയം കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, രസകരമായ ഒരു കഥയുണ്ട്. ഈ കൂട്ടത്തിലുള്ള എല്ലാവരോടും കൂടി പറയാനാണ്, നമ്മൾ ഒരിക്കലും സ്വാർത്ഥന്മാരാവരുത്. ഞാൻ ജയിക്കട്ടെ, ബിലാൽ ജയിക്കട്ടെ, ബാക്കി എല്ലാവരും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാവരുത് ഒരു MSMകാരൻ. ഒരു MSM ലീഡർ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന വിൻ വിൻ പോളിസിയുടെ ആളുകളായിരിക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തിൽ, ഏകതയുടെ പാശത്തിൽ, ഐക്യത്തിൻ്റെ പാശത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്ന്. നിങ്ങൾ പേരാമ്പ്രക്കാരനായിക്കോട്ടെ, നടുവണ്ണൂരുകാരനായിക്കോട്ടെ, പൂനൂരുകാരനായിക്കോട്ടെ, നാദാപുരത്തുകാരനായിക്കോട്ടെ, വടകരക്കാരനായിക്കോട്ടെ, എവിടത്തുകാരനായാലും ഒരുമിച്ച് നിൽക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമായി നിൽക്കാൻ ഖുർആൻ നമുക്ക് സന്ദേശം നൽകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒന്നാണ്. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ വന്നവരും നിങ്ങളുടെ കൂടെ വരാത്തവരും ഒക്കെ MSM ആണ്, ഒക്കെ ഒന്നാണ്, ഒക്കെ മുസ്ലിമാണ് എന്ന ബോധ്യത്തോടെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. രസകരമായ ഒരു കഥയുണ്ട്. ആഫ്രിക്കയിലേക്ക് ഒരു നരവംശാസ്ത്രജ്ഞൻ പോവാണ്. ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. നരവംശാസ്ത്രജ്ഞനാണ്. അയാൾ ആഫ്രിക്കയിലെത്തിയപ്പോൾ ദാരിദ്ര്യം പിടിച്ചു നിൽക്കുന്ന കുറേ കുട്ടികളെ കാണുകയാണ്. വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളുടെ മുന്നിലേക്ക് ഇയാൾ കുറേ സ്വീറ്റ്സുമായി കടന്നു വരികയാണ്. കൈകളിൽ നിറയെ മധുരമാണ്. ആ മധുരവുമായി അയാൾ ഇങ്ങനെ കടന്നു വരുന്നു. അത് കണ്ട കുട്ടികൾ ഇയാളുടെ ചുറ്റും തടിച്ചു കൂടുകയാണ്. കുട്ടികൾ ആ സ്വീറ്റ്സ് അവർക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഞാൻ ഈ സ്വീറ്റ്സ് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് ആഫ്രിക്കയാണ്, നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് നോക്ക്, ആഫ്രിക്കയിൽ കുറേ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് ഒരു നരവംശാസ്ത്രജ്ഞൻ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഈ നരവംശാസ്ത്രജ്ഞൻ കുട്ടികളെ മുന്നിൽ കുറേ മിഠായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഈ മിഠായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ പറയാണ്, ഞങ്ങൾക്ക് മിഠായി തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശാസ്ത്രജ്ഞൻ പറയാണ്, നിങ്ങൾക്ക് ഞാൻ മിഠായി തരാം, പക്ഷേ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അത് ജയിച്ചാൽ മാത്രമാണ് മിഠായി തരിക എന്ന് പറയാണ്. അപ്പോൾ എന്താണ് ആ കോമ്പറ്റീഷൻ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഈ മിഠായി മുഴുവൻ വിൽക്കും, എന്നിട്ട് ഈ മിഠായി ഓടി വന്ന് ആദ്യം എടുക്കുന്ന ആൾക്കാണ് എല്ലാ മിഠായിയും തരിക എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമായി. കുട്ടികളെല്ലാവരും പുറകിലേക്ക് വന്ന് ലൈനായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും ദൂരെയായിട്ട് തന്നെ അവിടെ മിഠായികൾ വെച്ചിട്ടുണ്ട്. ആ മിഠായി ഇങ്ങനെ കാണുന്നുണ്ട്. മിഠായി ഇങ്ങനെ നോക്കിയിട്ട് കുട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ശാസ്ത്രജ്ഞൻ ഒരു വിസിലടിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരുത്തനെ ഓടിപ്പോയി ആ മിഠായി എടുക്കും, ആരെങ്കിലും ഒരാൾ വിൻ ചെയ്ത് എല്ലാ മിഠായിയും അയാൾക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കുട്ടികൾ ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകളെല്ലാവരും ഇങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ചിട്ട് ഒന്നായിട്ട് ഒറ്റ ടീമായിട്ട് ഓടി ചെന്നിട്ട് ആ മിഠായി എല്ലാവരും കൂടെ എടുത്തിട്ട് പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ആ കുട്ടികളോട് ആ ശാസ്ത്രജ്ഞൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞങ്ങൾക്ക് ഒറ്റക്ക് ജയിക്കണ്ട, ഞങ്ങൾക്ക് ഒരുമിച്ച് ജയിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് ജയിക്കാൻ കഴിയുന്ന കഴിവുള്ള കരുത്തുള്ള ലീഡേഴ്സായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിയുന്ന മക്കളായി നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ കേട്ടതിന് നന്ദി. ഇത്രയും സമയം സംസാരിച്ചപ്പോൾ വിശപ്പുണ്ടായിട്ടും സഹിച്ചതിന് നന്ദി. എൻ്റെ പേര് അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദ്. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഹൈക്കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കോട്സുകൾ ഇടാറുണ്ട്. ഐ ലവ് യു, ഐ റെസ്പെക്ട് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.